ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡോണൈഡിസ് 2.0. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു 3x3 റുബിക്സ് ക്യൂബ് C4 മെത്തേഡ് യൂസ് സോൾവ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 2 ആണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് F12 സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൈറ്റ് സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് F12. ശരിക്കും വൈറ്റ് സോൾവ് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് F12 സോൾവ് ചെയ്യേണ്ടത്. പക്ഷെ ഞാനിങ്ങനെ പാർട്ടായിട്ട് ഇടുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇടുവാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ഒരുമിച്ച് ഇടാവുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ യൂട്യൂബേഴ്സ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഇത് സോൾവ് ചെയ്യുന്ന 2 അൽഗോരിതംസേ നമുക്ക് ഇതിലുള്ളൂ. പിന്നെ ഒരു അൽഗോരിതം കൂടെ ഉണ്ട്, അത് ഈ കേസിൽ വരുന്നതാണ്. അപ്പം ഞാൻ അതും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ചെയ്യേണ്ടത് ഒരു സെൻറ്റർ എടുക്കുക. നമ്മൾ സ്പീഡിൽ ചെയ്യണം. അപ്പം ഒരു സെൻറ്റർ എടുക്കും. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന റെഡാണ്. റെഡിൻ്റെ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ ഏത് സെൻറ്ററാണെന്ന് നോക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ടോപ്പിലും വൈറ്റ് ബോട്ടത്തിലും ആക്കിയാലേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ എടുക്കുന്ന റൈറ്റാണ്. അപ്പോൾ റൈറ്റിൽ ഏതോ സെൻറ്റർ വെച്ച് കഴിഞ്ഞാൽ ഗ്രീനാണ്. ശരിക്കും 3x3 റുബിക്സ് ക്യൂബിൻ്റെ സെൻറ്റർ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിൻ്റെ റൈറ്റ് ഗ്രീൻ, ലെഫ്റ്റ് ബ്ലൂ, പിന്നെ റെഡിൻ്റെ ബോട്ടം നമ്മുടെ ഓറഞ്ചാണ്. റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച്, ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ഗ്രീന്, യെല്ലോയുടെ ഓപ്പോസിറ്റ് വൈറ്റ്. അപ്പോൾ ഇതാണ് ഒരു 3x3 റുബിക്സ് ക്യൂബിൻ്റെ എന്നല്ല 4x4ൻ്റെയും കറക്റ്റ് ഓറിയൻറ്റേഷൻ. 4x4ൽ സെൻറ്റൻസ് ഇല്ല. അത് ഞാൻ കഴിഞ്ഞ നമ്മൾ 4x4 സോൾവ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സെൻറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ സെൻറ്ററാണ്. അപ്പം നമുക്ക് F12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 ലേയേഴ്സാണ്. അപ്പോൾ ഇത് ഇത്രയും സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എഡ്ജ് പീസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ റെഡിൻ്റെ റൈറ്റ് ഗ്രീൻ ആണല്ലോ. അപ്പം നമുക്ക് ഏത് എഡ്ജ് പീസാണ് ഇവിടെ റെഡും ഇവിടെ ഗ്രീനും ഉള്ള എഡ്ജ് പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ആ പീസ് വേണം ഇവിടെ ഇൻസേർട്ട് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് F12 ഒരു പെയർ നമുക്ക് കിട്ടുമെന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത അതിൻ്റെ പീസ് കണ്ടുപിടിക്കണം. അങ്ങനത്തെ ഒരു എഡ്ജ് പീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ റെഡാണ്. ഈ പീസാണ് നമുക്ക് വേണ്ടത്. അതെവിടെ ഇൻസേർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം അൽഗോരിതം ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ഒരു റൂളുണ്ട് ചെയ്യണേ. എല്ലാത്തിനും ഓരോ റൂൾസ് ഉണ്ട്. 4x4 ആയാലും റൂൾസ് ഉണ്ട് സെൻറ്റൻസ് അലൈൻ ചെയ്യുന്നതിന്. അപ്പം നമുക്ക് ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എഡ്ജ് പീസ് എടുത്ത് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫേസിലായിട്ട് ഏത് കളറാണ് ഉള്ളതെന്ന് നോക്കണം. ഇപ്പോൾ നമുക്ക് വേണ്ടത് റെഡ് ഗ്രീനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പീസ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ യെല്ലോ ടോപ്പിലാക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ ഏത് കളറാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഗ്രീനാണുള്ളത്. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇവിടെ കിടക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നേരെ അത് ഗ്രീൻ്റെ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിപ്പിക്കും. ഇത് ഗ്രീനാണ്. ഇപ്പോൾ റെഡ് ആയിരുന്നെങ്കിൽ നമ്മൾ റെഡിൻ്റെ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഇത് ഗ്രീനാണ്. അപ്പോൾ നമ്മൾ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിപ്പിക്കാം. ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏത് സൈഡിലോട്ടാണ് ഇപ്പം മാച്ച് ചെയ്യിപ്പിച്ചു. ഇതിന് മാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഗ്രീനാണ്. നമുക്കിപ്പോൾ റെഡാണ് ചൂസ് ചെയ്തേക്കുന്നത് സെൻറ്ററായിട്ട്. നമുക്കിപ്പം ഗ്രീനാണ് ഈ കളറായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് ഏത് സൈഡിലോട്ടാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഇതിപ്പം നമുക്ക് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് റൂള്. നേരെ നമ്മുടെ ഇതിപ്പോൾ സെൻറ്റർ മാച്ച് ചെയ്യിപ്പിക്കുക, കളർ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ലെഫ്റ്റിലോട്ടാണെങ്കിൽ ഒരു യു പ്രൈം ചെയ്യുക. യു പ്രൈം എന്ന് പറയുമ്പോൾ യു ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിക്കുക. നമ്മുടെ ലെഫ്റ്റിലായിട്ടാണെങ്കിൽ യു റൈറ്റിലോട്ട് തിരിക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള അൽഗോരിതം സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ, ആ അൽഗോരിതം അങ്ങോട്ട് പെർഫോം ചെയ്യുക. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതെടുത്തിട്ട് ഒന്നുകൂടെ ഇൻസെർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ റൈറ്റ് സൈഡിലോട്ടാക്കിയിട്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടായതുകൊണ്ട് റൈറ്റ് സൈഡിലോട്ടാക്കിയിട്ട് ഈ അൽഗോരിതം അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്കത് സോൾവ് ആയി കിട്ടും. അപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു കറക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു നമുക്കൊരു F12 പെയർ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ റെഡിൻ്റെ തന്നെ ലെഫ്റ്റ് നോക്കുക. ലെഫ്റ്റിൽ നമുക്ക് ഉള്ളത് ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പീസുണ്ട്. ഇത് എവിടുത്തെ പീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ പീസാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴേ ഈ അൽഗോരിതം പറഞ്ഞുതരാം. അൽഗോരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീസ് നമുക്കെടുത്ത് ഇവിടെ വെക്കണം. ഇപ്പം എല്ലാ പീസും ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ കേസസ് ഉണ്ടാകുന്നതായിരിക്കും. എല്ലാ പീസസും നല്ല ചില പീസസ് മാത്രം. അപ്പം ഈ പീസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഔട്ടാക്കണം. എന്നാലല്ലേ മറ്റേ അൽഗോരിതം യൂസ് ചെയ്ത് നമുക്കിവിടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അൽഗോരിതം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന അൽഗോരിതം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ് അത് ഔട്ടിലോട്ട് പുറത്തോട്ടായി.
അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പീസ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ റെഡ് ബ്ലൂ ആണ് വരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഉണ്ട്. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഫേസിലുള്ള കളർ ഏതാണ്? റെഡാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. എന്നിട്ട് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് നോക്കുക. അപ്പോൾ ഇതാ നമ്മളിപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പം ആ അൽഗോരിതം തന്നെ നേരത്തെ പറഞ്ഞ അൽഗോരിതം തന്നെ പെർഫോം ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ബ്ലൂവിൻ്റെ നേരെ ലെഫ്റ്റാണ്. ബ്ലൂവിൻ്റെ ലെഫ്റ്റിൽ ഉള്ളത് നമുക്ക് എനിക്ക് ബ്ലൂവിൻ്റെ ലെഫ്റ്റിലുള്ളത് ഇതാണ്, ഓറഞ്ചാണ്. അപ്പം നോക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ ബ്ലൂ ഓറഞ്ച് ബ്ലോക്കാണ് വേണ്ടത്. അങ്ങനത്തെ ബ്ലോക്ക് കണ്ടുപിടിച്ച് അതിൻ്റെ സെൻറ്ററോട്ട് മാച്ച് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ലെഫ്റ്റിലോട്ടായതുകൊണ്ട് ആ അൽഗോരിതം തന്നെ, ആ റൂളും ചെയ്ത് അൽഗോരിതം തന്നെയാണ്. ഇനി നമുക്ക് ഒരു വെറൈറ്റി അൽഗോരിതമാണ് വരുന്നത്. വേറൊരു അൽഗോരിതമാണ്, സെക്കൻഡ് അൽഗോരിതമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതെങ്ങോട്ടാണ്, ഇപ്പം നമ്മൾ ഇവിടെ വേണ്ട ബ്ലോക്ക് ഗ്രീൻ ഓറഞ്ചാണ്. അപ്പോഴേ F2 ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇത് ഫുള്ള് ലെഫ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റൈറ്റും വരുന്നതായിരിക്കും. അപ്പോൾ ഇത് റൈറ്റ് എന്ന് പറഞ്ഞ കേസാണ്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഫേസിലുള്ള കളർ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. അപ്പം ഗ്രീനാണുള്ളത്, അപ്പോൾ അത് സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചു. ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എവിടോട്ടാണ് നമുക്ക് പറ്റുന്നത്? റൈറ്റ് സൈഡിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ലെഫ്റ്റ് സൈഡിലോട്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു യു പ്രൈം ചെയ്തേനെ. ഇപ്പോൾ ഇത് റൈറ്റ് സൈഡിലോട്ടായിട്ട് നമ്മളൊരു യു ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കളിക്കുന്ന അൽഗോരിതം ഒന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുള്ളി F2 അല്ല ഇപ്പോൾ റൈറ്റിനുള്ള ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സക്സസ്ഫുള്ളി F2 കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സ്പീഡപ്പ് ആക്കുക. കമൻറ്റ് യുവർ ഒപ്പീനിയൻസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.